പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ പുത്രനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന കർത്താവായ ക്രിസ്തയേശുവിൽ നിന്ന് നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം, അതിൻ്റെ 9-10 വാക്യങ്ങൾ. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായൊരു പുരുഷൻ അരികെ നിന്ന്, നീ മക്കദോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കാൻ എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, അവിടുത്തെ വിളിയിൽ, അവിടുത്തെ തിരഞ്ഞെടുപ്പിൽ, അവിടെ നൽകപ്പെട്ട നിയോഗങ്ങളിൽ പ്രാർത്ഥനയോടുകൂടെ പ്രവർത്തിക്കുവാൻ ആത്മീകമാവുന്ന ദർശനാനുഭവങ്ങളെ പൗലോസ് നൽകിയതുപോലെ ഞങ്ങൾക്കും തരണമേ. പൗലോസിന് വെളിപ്പെടുത്തിയ ആ ദർശനം ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ദൈവിക പദ്ധതികളെ തിരിച്ചറിയുവാനുള്ള പരിജ്ഞാനത്തെയും പകരണമേ. കർത്താവിൻ്റെ വിളി യോഗ്യമാണ് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുള്ള ആത്മീക വരം അവിടുത്തെ ജനതയ്ക്ക് വചനത്തിൽ കൂടെ എന്നും പകർന്നു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണം. വചനത്തിൽ നിലനിൽക്കുവാൻ ആത്മീക ചൈതന്യം തരണം. ക്രിസ്തുവിനാൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. കർത്താവായ ക്രിസ്തയേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവികമാവുന്ന സൃഷ്ടിയുടെ ഓരോ തലങ്ങളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ ഓരോ സൃഷ്ടിപ്പിൻ്റെ മേഖലകളെ നാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ വ്യത്യസ്തതകളെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകും. ഒത്തിരിയേറെ വ്യത്യസ്തമാകുന്ന തലങ്ങളിൽ കൂടെയാണ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചത്. ഓരോ ജീവചരാചരങ്ങൾക്കും അതിൻ്റെതായ പൂർണ്ണതയും അതിൻ്റെതായ കടമകളും അതിൻ്റെതായ ഉത്തരവാദിത്വം ഒക്കെ കർത്താവ് നൽകിയിട്ടുണ്ട്. ഇഴജന്തുക്കൾക്ക് ഇഴയുവാനും അതിൽ കൂടെ ഈ ഭൂമിയോടുകൂടെ പറ്റിച്ചേർന്ന് ജീവിക്കുവാനുള്ള സാധ്യതകൾ, പറവജാതികൾക്ക് പറവജാതികളെ പറക്കുവാനും അതിന് അന്നന്ന് വേണ്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടെത്തുവാനുള്ള സാധ്യതകൾ, അങ്ങനെ ഒത്തിരിയേറെ സാധ്യതകളും വ്യത്യസ്തതകളും ഒത്തിരി സൃഷ്ടികൾക്ക് ദൈവം നൽകിയിട്ടുള്ളതായി അതിൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ നമുക്ക് കാണുവാനായി സാധ്യമാകും. അതോടൊപ്പം തന്നെ മാനുഷികമാകുന്ന സൃഷ്ടിയിലും ഇത്തരത്തിലുള്ള വ്യത്യസ്തതകൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിൽ സൃഷ്ടിക്കുക. ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിൽ സൃഷ്ടിക്കുന്നുണ്ട് എങ്കിലും അവിടെയും വ്യത്യസ്തതകൾ ഉണ്ടാകുന്നുണ്ട്. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഈ ആണും പെണ്ണുമായി വ്യത്യസ്തമാകുന്ന തലങ്ങളിൽ വ്യത്യസ്തതകളോടുകൂടി ജീവിക്കുവാനായിട്ട് കർത്താവ് അവരെ സൃഷ്ടിക്കുകയും അവരെ തിരഞ്ഞെടുക്കുകയും അവരെ ഏതേൻ തോട്ടത്തിൻ്റെ സൗഭാഗ്യത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയും ചെയ്യുക. തുടർന്ന് വേദപുസ്തകത്തിൻ്റെ പുതിയ ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവായ ദൈവം തൻ്റെ ജനതയെ വിളിക്കുകയാണ് വ്യത്യസ്തമാകുന്ന ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട്. എഫേസ്യ ലേഖനം അതിൻ്റെ 4-ാമത്തെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ പുരോഹിതന്മാർ, അങ്ങനെയൊക്കെ വിളിച്ച് നിയമിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ വിളിയിലും വ്യത്യസ്തതകൾ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് കടന്നു വരുമ്പോഴും ഇത്തരത്തിലുള്ള ചില വ്യത്യസ്തതകൾ നമ്മിൽ ഉണ്ടാകിയിട്ടുണ്ട് എന്നും അതനുഭവിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നതും സ്വാഭാവികം തന്നെയാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത് വ്യത്യസ്തതകളിൽ ജീവിച്ചിരുന്നവരെയാണ്, വ്യത്യസ്ത സാഹചര്യങ്ങളിലായിരുന്നു, വ്യത്യസ്ത പശ്ചാത്തലങ്ങളിലായിരുന്നവരെയാണ്. വ്യത്യസ്തമാകുന്ന ചിന്താഗതികളും ജീവിത രീതികളും മനോഭാവങ്ങളും മാത്രമായിരുന്ന ഒരു കൂട്ടം ജനതയെ വിളിച്ചു വേർതിരിച്ചും അതിൽ നിന്നും വ്യത്യസ്തരായ 12 പേരെ തൻ്റെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവ് ഈ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത് തന്നോടുകൂടെ ഇരിക്കുവാനും തനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും താൻ പറയുന്നിടത്ത് പോകുവാനും താൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാനും. അതിന് ഈ വ്യത്യസ്തതകളാണ് ഈ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ
നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ജനതയെ അപ്പോസ്തലന്മാരെ തീർക്കുന്നതും ഇത്തരത്തിലുള്ള വ്യത്യസ്തതകൾ തന്നെയാണ്. നാം വായിച്ചു കേട്ട ധ്യാനഭാഗത്തിലേക്ക് വരുമ്പോൾ പൗലോസ് എന്ന് പറയപ്പെടുന്ന മനുഷ്യനെ കർത്താവ് തിരഞ്ഞെടുത്തതും അവന് കർത്താവ് കൊടുക്കുന്ന ദർശനവും ആ ദർശന നിമിത്തം മക്കെദോന്യയിലേക്ക് കടന്നു പോവുകയും അവിടെ ഉണ്ടായിരുന്ന ജനതയോടുകൂടെ ഈ പുഴവക്കിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയും പ്രസംഗിക്കുകയും അവൻ്റെ പ്രസംഗം കേട്ട് ലുധിയ എന്ന ദൈവഭക്തിയുള്ള സ്ത്രീ ക്രിസ്തുവിനെ തൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച് അവിടെ വെച്ച് സ്നാനം സ്വീകരിച്ച് കുടുംബമായി ദൈവികമാകുന്ന സഭയിലേക്ക് അംഗമായി ചേരപ്പെടുന്ന ഒരു ഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. പൗലോസിന്റെ മിഷണറി യാത്രയിൽ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ മക്കെദോന്യയിലും പൗലോസ് ചെയ്യപ്പെടുന്നത്. ആരാണ് പൗലോസ് എന്ന് നമുക്കറിയാം. ഒരു കാലഘട്ടത്തിൽ ശൗലായി ജീവിച്ചവൻ, ഒരു കാലഘട്ടത്തിൽ ഉപദ്രവിക്കുന്നവന്റെ പശ്ചാത്തലം എന്തെന്ന് നമുക്കറിയാം. ഉപദ്രവകാരിയായിരുന്നു. അവനൊരു പരീശൻ എന്ന് അഭിമാനം കൊള്ളുന്നവനായിരുന്നു. അവന് ഗമാലിയേലിന്റെ കീഴിൽ പഠിച്ചവൻ എന്നുള്ള പ്രശംസയെ ജീവിച്ച, അങ്ങനെ ആ ഒരു തലത്തിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. അവന്റെ പശ്ചാത്തലം അങ്ങനെയായിരുന്നു. അവന്റെ ജീവിത രീതികൾ ഉപദ്രവിക്കുന്ന ജീവിത രീതികളായിരുന്നു. അവന്റെ പ്രവർത്തികളൊക്കെ ഈ ഉപദ്രവത്തിന്റെ പ്രവർത്തികളുടെ ഒരു ജീവിത രീതികളായിരുന്നു. അപ്പോൾ വ്യത്യസ്തമാകുന്ന ജീവിത തലങ്ങളിലാണ് ഈ ശൗൽ എന്ന മനുഷ്യൻ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ ഈ വ്യത്യസ്തമാകുന്ന ജീവിത ശൈലിയിൽ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്ന വേളയിലാണ് കർത്താവ് അവനെ വിളിക്കുന്നത്. കർത്താവ് അവനെ വിളിച്ച് മറ്റൊരു പദവിയിലേക്ക് അവനെ നിയോഗിക്കുകയാണ്. ശൗലായിരുന്നവനെ കർത്താവ് പൗലോസാക്കി തീർത്ത് ആ പൗലോസിനെ കർത്താവ് ഈ വിജാതിയരുടെ അപ്പോസ്തലനായി നിയമിക്കുകയും തുടർന്ന് ഒരു വലിയ ദൗത്യത്തിലേക്ക് കർത്താവിനെ കൈപിടിച്ച് നടത്തുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധ്യമാകും. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു ദർശനം കാണുകയാണ്. ആ ദർശനം എന്ന് പറയുന്നത് മക്കെദോന്യയിലെ ഒരു മനുഷ്യൻ ദർശനത്തിൽ വന്നിട്ട് അവനോടുകൂടെ പറയുന്നുണ്ട്, കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ ഈ ദർശനം എന്ന് പറയുന്നത് മക്കെദോന്യയിലേക്ക് പോകുക, മക്കെദോന്യയിലെ ജനതയെ സഹായിക്കുക, അവരെ ചേർത്ത് പിടിക്കുക, അവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങുക. ഇതാണ് ദർശനം. ഈ ദർശനത്തിന്റെ സത്യം തിരിച്ചറിയുന്ന ഈ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇത് ദൈവത്തിന്റെ നിയോഗമാണ്, പോകേണ്ടതായിട്ടുണ്ട്, സുവിശേഷം അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഉടൻ തന്നെ അവൻ എഴുന്നേറ്റ് കപ്പൽ ഒരുക്കുകയും അതിനു വേണ്ടുന്നുള്ള ക്രമീകരണം ചെയ്ത് യാത്ര തുടർന്ന് മക്കെദോന്യയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൊന്ന് വായിക്കുമ്പോൾ ഈ വേദഭാഗത്തിൽ പൗലോസ് പഠിപ്പിക്കുന്ന 3 ചിന്തകൾ നമുക്കിവിടെ കാണുവാൻ സാധ്യമാണ്. ഒന്നാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത് 9-10 വാക്യങ്ങളിൽ പറഞ്ഞു ദർശനമാണ്, പൗലോസിനുണ്ടായ ദർശനം. അപ്പോൾ ഈ ദർശനം കണ്ടിട്ട് ഈ ദർശനത്തെ മനസ്സിലാക്കിയിട്ട് ദൈവം തങ്ങളോടുകൂടെ സുവിശേഷം അറിയിക്കുവാനായിട്ട് വിളിച്ചിരിക്കുന്നുണ്ട് എന്ന് നിശ്ചയിച്ച് ഉടനെ മക്കെദോന്യയിലേക്ക് പുറപ്പെടുവാനായിട്ട് ഭാവിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആരാണ് ദർശനം കണ്ടത്? ഒരു കാലഘട്ടത്തിൽ ശൗലായി ഉപദ്രവകാരിയായിരുന്നവനാണ് ദർശനം കാണുന്നത്. ഒരു കാലഘട്ടത്തിൽ ക്രിസ്തു ജനതയെ പീഡിപ്പിച്ചിരുന്നവൻ, ഒരു കാലഘട്ടത്തിൽ ക്രിസ്തു ജനതയെ ഉപദ്രവിച്ചിരുന്നവൻ, ഒരു കാലഘട്ടത്തെ ക്രിസ്തു ശിഷ്യന്മാരൊക്കെ ഈ കൊലയ്ക്ക് കൊടുത്തിരുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനാണ് ഇവിടെ പൗലോസായി തീർന്ന ദർശനം കാണുന്നത്. ആരാണ് ഇവനെ ദർശനം കാണിപ്പിക്കുന്നത്? ശ്രദ്ധേയമായി കാണുവാൻ കഴിയുന്ന ദൈവമാണ് ആ ഒരു ദർശനം അവനെ കാണിപ്പിക്കുന്നത്. എന്താണ് അവൻ കാണുന്ന ദർശനം? മക്കെദോന്യയിലേക്ക് കടന്നു വരിക, അല്ലെങ്കിൽ മക്കെദോന്യ ജനതയുടെ ഈ പശ്ചാത്തലമാണ്, അവിടെ ജീവിത രീതിയാണ്, അവിടെ സഹായമില്ലാത്ത തകർന്നു പോകുന്ന ഒരവസ്ഥയാണ്. ആര് സഹായിപ്പാനില്ല. ആ ഒരു സാഹചര്യം, വിജാതിയരായി ജീവിക്കുന്ന മക്കെദോന്യയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ മക്കെദോന്യയെ സഹായിക്കുക എന്നത് ആണ് ഈ പൗലോസ് കണ്ട ദർശനം. ഒന്നാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവീകമാകുന്ന ദർശനങ്ങളെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണമെന്നാണ്. ദൈവീകമാകുന്ന ദർശനങ്ങൾ. യോസേഫ് ഒരു ദർശനം കാണുകയാണ്. യോസേഫ് കണ്ട ദർശനം എന്തായിരുന്നു? ആ ദർശനത്തിന്റെ ഉള്ളടക്കം എന്തായിരുന്നു? വരും കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ക്ഷാമം, വരും കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പീഡനം, വരും കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഈ കഷ്ടത, ഇതാണ് യോസേഫ് കണ്ട ദർശനം. രാജാവ് കണ്ട ദർശനം അതാണ്. ഇനിയുള്ള 7 സംവത്സരം സമൃദ്ധിയും 7 സംവത്സരം ക്ഷാമകാലഘട്ടം.
ഈ 7 സംവത്സരം കൊണ്ട് എല്ലാം കരുതി വയ്ക്കുവാനും ക്ഷാമകാലഘട്ടത്തിന് വേണ്ടുന്ന ഒരു കരുതലുണ്ടാക്കുക എന്നൊരു ദർശനമാണ് രാജാവ് കാണുന്നത്. ദർശനം കാണുമ്പോൾ ആ ദർശനത്തെ തിരിച്ചറിയുവാനുള്ള പരിജ്ഞാനം നമുക്കുണ്ടോ എന്ന് ചോദിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. പൗലോസ് ദർശനം കാണുകയാണ്. ദർശനം കണ്ടത് മറന്നു കളയുന്നില്ല, ത്യജിച്ച് കളയുന്നില്ല. ആ ദർശനങ്ങളെ യഥാർത്ഥത്തിൽ തിരിച്ചറിയുവാനായിട്ടുള്ള ദൈവീക പരിജ്ഞാനം കൂടെ പൗലോസിനുണ്ടായിരുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, മുന്നിലുണ്ടാകുന്ന ചില ദർശനങ്ങളുണ്ട്, ചില അടയാളങ്ങൾ നമ്മുടെ മുൻപിൽ, നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ അടയാളങ്ങളെ ദൈവിക ദർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ അടയാളങ്ങളെ തിരിച്ചറിയുവാൻ, ദർശനങ്ങൾ തിരിച്ചറിയുവാനുള്ള പരിജ്ഞാനത്തിനായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് ഈ പൗലോസ് ദർശനം കാണുന്നത്? ഈ പൗലോസ് കണ്ട ദർശനത്തെ ദൈവികമായ ദർശനമായി എങ്ങനെയാണ് അത് രൂപപ്പെടുത്തിയെടുക്കുന്നത്? പൗലോസ് ഈ സൗൽ എന്ന കാലഘട്ടത്തിൽ നിന്നും പൗലോസ് എന്ന കാലഘട്ടത്തിലേക്ക് വന്ന നിമിഷം മുതൽ ദൈവമുള്ളൊരു ബന്ധത്തിൻ്റെ ആഴത്തിൽ അവൻ ജീവിച്ചു എന്നാണ്. ദൈവത്തോടു കൂടെ പ്രാർത്ഥിച്ചു. 3 ദിവസം കണ്ണ് കാണാതെ ഒരു ഭവനത്തിൻ്റെ അന്ധതയിലായിരുന്നപ്പോഴും അവൻ മൗനമായി ദൈവത്തോടു കൂടെയുള്ള പ്രാർത്ഥനാ ബന്ധത്തിലായിരുന്നു എന്നാണ്. അവൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ്, നീ ആരാണ്? യജമാനൻ, നീ ആരാണ്? കർത്താവ് പറയണേ, നീ ഉപദ്രവിച്ച കർത്താവാണ് ഞാൻ, നീ ഉപദ്രവിച്ച ദൈവമാണ് ഞാൻ. തുടർന്ന് അനന്യാസിനോട് കൂടെ പറയുന്നു, ഞാൻ ജാതികളെ വഹിക്കുവാനുള്ള ഒരു പാത്രമായി തീരും, ജാതികൾക്ക് സുവിശേഷം അറിയിക്കുന്ന ഒരു പാത്രമാക്കി ഞാൻ അവനെ തീർക്കും. അതിനു വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ഒരു ഒരുക്കത്തിനായിട്ടാണ് ഈ ഒരു ദർശനം ശൗലിനുണ്ടാകുന്നത്. ആ ദർശനം തിരിച്ചറിയുന്നത് പ്രാർത്ഥനയിൽ കൂടിയാണ്. പിന്നത്തേതിൽ കാണുന്ന ദർശനങ്ങളൊക്കെ തിരിച്ചറിയുന്നത് പൗലോസ് ദൈവമുള്ള ആഴമേറിയ ബന്ധത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ തന്നെയാണ്. എങ്ങനെയാണ് ദൈവിക ദർശനങ്ങൾ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുക? പ്രാർത്ഥനയുള്ള ഒരു ജീവിതം തന്നെയാണ്. പ്രാർത്ഥനയോടുകൂടി ജീവിക്കുമ്പോൾ മാത്രമേ ദൈവിക ദർശനങ്ങൾ കൊള്ളുവാൻ കഴിയുള്ളൂ. ദൈവിക ദർശനം തിരിച്ചറിയുവാനുള്ള പരിജ്ഞാനത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ ദൈവത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത് പൗലോസ് പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദൈവികമാകുന്ന പദ്ധതികളിൽ പങ്കുള്ളവരായി തീരുക എന്നാണ്. ദൈവിക പദ്ധതികളിൽ പങ്കുള്ളവരായി തീരുക. ദൈവത്തിന് എന്നെയും നിന്നെയും കുറിച്ച് ഒത്തിരിയേറെ പദ്ധതികളുണ്ട്, ഒത്തിരിയേറെ ലക്ഷ്യങ്ങളുണ്ട്. ആ പദ്ധതികളിൽ ഞാനും നീയും ഒക്കെ പങ്കുകാരാണോ എന്നുള്ള ചോദ്യം നമ്മോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പൗലോസ് എന്ന് പറയപ്പെടുന്ന സൗലിനെ ദൈവം വിളിക്കുമ്പോഴും ദൈവത്തിന് സൗലിനെ കുറിച്ചൊരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു. അതാണ് ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ നാം ഒന്ന് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് തന്നെയാണ്. 9-ാം അധ്യായം 15-ാമത്തെ വാക്യം. പൗലോസിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി അനന്യാസിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അനന്യാസിനോട് ദൈവം പറയണം, നീ പോയി അവന് വേണ്ടി പ്രാർത്ഥിക്കുക. അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകും. ഇതാണ് സൗലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. ഈ പദ്ധതിയുടെ ഒരു പൂർത്തീകരണമാണ് പൗലോസിന്റെ 3 മിഷണറി യാത്ര. 3 മിഷണറി യാത്രകളൊക്കെ ഈ വിജാതിയുടെ അടുക്കലേക്കാണ്. ജാതികളായി ജീവിക്കുന്നവരുടെ, യഹൂദന്മാരല്ലാത്തവരായി ജീവിച്ചവരുടെ അടുക്കലേക്കാണ് ഈ ദൈവിക പദ്ധതിയുമായിട്ട് 3 മിഷണറി യാത്രയിലേക്ക് പൗലോസ് കടന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ ദൈവികമായ പദ്ധതി ഇവിടെ പൗലോസ് തിരിച്ചറിയുകയാണ്. പൗലോസ് ആ ദർശനം കണ്ടിട്ട് സ്വയം പറയുകയാണ്, ദൈവമാണ് എനിക്ക് ഈ ദർശനം വെളിപ്പെടുത്തിയത്. ആ ജനതയോടുകൂടെ സുവിശേഷം അറിയിക്കുവാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ദൈവിക പദ്ധതി വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുവാനായിട്ട് സൗൽ ഇവിടെ ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ദൈവിക പദ്ധതികളെ ഒന്ന് നമുക്ക് തിരിച്ചറിയാം. ദൈവിക പദ്ധതികളെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് ഒരുങ്ങാം. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്? ദൈവം ക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ചു, അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. അവർക്ക് ചില പദ്ധതികളും ദൈവം നൽകിയാണ്. അവർക്ക് നൽകിയ പദ്ധതിയുടെ 1-ാമത്തെ പദ്ധതി മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക എന്നാണ്. 12 ശിഷ്യന്മാരെ വിളിക്കുന്നുണ്ട്, 70 പേര് വിളിക്കുന്നുണ്ട്. അവർ ലോകമെമ്പാടും അയച്ചിട്ട് അവരോട് കൂടെ പറയുന്ന മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പെന്നാണ്. ദരിദ്രരെ ചേർത്തുകൊള്ളുവിനെന്നാണ്. വേദനകളിലായിരിക്കുന്നവർ ആശ്വാസമായിരിക്കുന്നതാണ്. അപ്പോൾ മാനസാന്തരത്തിലെ സുവിശേഷം അറിയിക്കുന്ന ഒരു പദ്ധതിയാണ് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തത്.
തുടർന്ന് യേശുവിന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത മറ്റൊരു പദ്ധതി എന്ന് പറയുന്നത് സകല ജാതികളോടുകൂടെ സുവിശേഷം അറിയിക്കുക. ഒരു സമൂഹത്തോടുകൂടെ സുവിശേഷം അറിയിക്കുകയല്ല, ഒരു വിഭാഗത്തോടുകൂടെ സുവിശേഷം അറിയിക്കുകയല്ല, സകല ജാതികളോടുകൂടെ സുവിശേഷം അറിയിക്കുക. മൂന്നാമത് ശിഷ്യന്മാർക്ക് ദൈവം കൊടുത്ത മൂന്നാമത്തെ പദ്ധതി, ശിഷ്യന്മാരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ മൂന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുന്നവരെ സഭയോടുകൂടെ ചേർത്തുകൊള്ളുക എന്നാണ്. രക്ഷിക്കപ്പെടുന്നവരെ ദൈവസഭയോടുകൂടെ, ദൈവമാവുന്ന ശരീരമാവുന്ന സഭയോടുകൂടെ ചേർത്തുകൊള്ളുക. അപ്പോൾ ഈ 3 പദ്ധതികളോടുകൂടിയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത്. അപ്പോൾ നമ്മയും കർത്താവ് വിളിച്ച ഈ 3 പദ്ധതികൾക്ക് മാനസാന്തരം, സുവിശേഷം അറിയിക്കുക, സുവിശേഷം സകല വ്യക്തികളോടുകൂടെ പങ്കിടുക. പങ്കിടപ്പെടുന്ന സുവിശേഷം കേൾക്കപ്പെടുന്ന മനുഷ്യൻ അവൻ രക്ഷയിലേക്ക് തിരിയുന്നുണ്ടെങ്കിൽ, അവൻ സ്നാനം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവനെ സഭയോടുകൂടെ ചേർക്കുക. ക്രിസ്തുവാകുന്ന ശരീരം എന്ന സഭയോടുകൂടെ ഒന്ന് ചേർത്ത് പിടിക്കുക. പ്രിയമുള്ളവരെ, ഈ പൗലോസ് ആ ഒരു ദൗത്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ആ ദൈവിക പദ്ധതിയെ തിരിച്ചറിയുകയാണ്, ആ പദ്ധതിയെ പങ്കുചേരുകയാണ്. ദൈവിക പദ്ധതിയെ പങ്കുചേരുവാൻ പത്രോസ് എപ്പോഴും ഒരുക്കമുള്ളവൻ ആയിരുന്നു. പ്രിയമുള്ളവരെ, ആ ദൈവിക പദ്ധതിയിൽ നമുക്കൊന്ന് പങ്കുചേരാം. ദൈവം നമുക്ക് ഒത്തിരിയേറെ കടമകളും ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങളൊക്കെ നൽകും. നമ്മെക്കുറിച്ചൊക്കെ ഒരു പദ്ധതി ദൈവത്തിനുണ്ട്. ഇന്ന് ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നീ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് ഈ ലോകത്തിൻ്റെ സൗഭാഗ്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയാണ് ഇവിടെ പറയുന്നത്, സുവിശേഷം പ്രചരിക്കുക, ആ സുവിശേഷത്തിൻ്റെ യോഗ്യമുള്ള ജീവിതം ക്രമപ്പെടുക. ആ പദ്ധതിക്ക് വേണ്ടി നമുക്ക് ദൈവിക പദ്ധതി എന്നിൽ പൂർണ്ണമാകുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥന ജീവിതം നയിക്കുവാൻ നമുക്കൊരുങ്ങാം. മൂന്നാമത് ധ്യാനം പഠിപ്പിക്കുന്ന മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് അവഗണിക്കപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുക എന്നാണ്. അവഗണിക്കുന്നവരെ സഹായിക്കുക. യോഹന്നാൻ സുവിശേഷം 5-ാമത്തെ അധ്യായം. അവന് ഈ ബെഥസ്ത കുളക്കരയിലേക്ക് വരിക. ബെഥസ്ത കുളത്തിൻ്റെ കരയിൽ ഒത്തിരിയേറെ രോഗികളുണ്ടായിരിക്കുന്നുണ്ട്. അവിടെ വ്യത്യസ്തരായ രോഗികളാണ്, വ്യത്യസ്ത പശ്ചാത്തലത്തിലുള്ള മനുഷ്യരാണ്. അതിലൊരു മനുഷ്യൻ ഒത്തിരിയേറെ വ്യത്യസ്തതകളുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ വ്യത്യസ്തത എന്ന് പറയുന്നത് 38 വർഷക്കാലം അവൻ തളർവാദം പിടിച്ചു കിടക്കുകയാണ്. അവന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, അവനെ സഹായിപ്പാൻ ആരുമില്ല, അവനെല്ലാവരെല്ലാം അവഗണിക്കപ്പെട്ടവനാണ്. അവന് ഈ വെള്ളത്തിലിറങ്ങിയാൽ ഉടൻ സൗഖ്യം കിട്ടും, പക്ഷെ അതിനുള്ള സാധ്യതയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അവനിറങ്ങുവാൻ കഴിയുന്നില്ല, ആരും അവനെ ആ കുളത്തിലേക്ക് കൈപിടിച്ച് ഇറക്കുന്നതും ഇല്ല. ഈ ബെഥസ്ത കുളക്കരയിലേക്ക് എത്തിച്ചേർന്ന ക്രിസ്തു അവനെ കണ്ടിട്ട് അവനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? എല്ലാവരും അവഗണിച്ചു, എല്ലാവരും പരിത്യജിച്ചു. ആരും സഹായമില്ലാത്ത ഒരു ഒറ്റപ്പെട്ട സാഹചര്യം ജീവിക്കുന്ന ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കണം, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അവന് പറയാതെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, കർത്താവ് എന്നെ സഹായിപ്പാൻ ആരുമില്ല. അവന് സൗഖ്യമാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതല്ല അവൻ പറയുന്നത്. മറിച്ച് എന്നെ സഹായിപ്പാൻ അവന്റെ അവസ്ഥ പറയുക, അവന്റെ ജീവിതത്തിലുണ്ടാകുന്ന അവൻ അനുഭവിച്ച ത്യാഗം, അവൻ അനുഭവിച്ച വേദന, അവൻ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ പറയുകയാണ്. എന്നെ സഹായിപ്പാൻ ആരുമല്ല, ഞാൻ അവഗണിക്കപ്പെട്ടവനാണ്. കൂടെ ഒത്തിരിയേറെ പേരുണ്ട്, എന്നെ ചുറ്റും ഒത്തിരി രോഗികളുണ്ട്, അവരെ സഹായിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരെ സഹായിക്കുന്ന ആരും എന്നെ സഹായിക്കുന്നില്ല, എൻ്റെ അടുക്കൽ വരുന്നില്ല, എന്നോട് ചോദിക്കുന്നില്ല, എന്നെ കൈപിടിച്ച് ആ കുളത്തിലേക്ക് ഇറക്കുവാനായിട്ട് എന്നെ പ്രാപ്തനാക്കുന്നില്ല. അതാണ് അവൻ്റെ വേദന, ഒറ്റപ്പെട്ട ഒരവസ്ഥ. ഈ അവഗണിക്കുന്ന തലത്തിലേക്ക് ഞാനും നിങ്ങളൊക്കെ മാറിപ്പോകുന്നുണ്ട്. ഈ അവഗണിക്കപ്പെടുന്ന ആ ഒരു ജീവിത പശ്ചാത്തലത്തിൽ അറിഞ്ഞോ അറിയാതൊക്കെ നാമും വഴുതി വീറാണ്. നമ്മുടെ ചുറ്റും ഒത്തിരി പേര് ഉണ്ട്, നമ്മുടെ ഭവന ചുറ്റും ഒത്തിരി പേരുണ്ട്. പക്ഷേ ഒരൊറ്റപ്പെട്ട ജീവിത സാഹചര്യത്തിൽ കൂടെ, അവഗണിക്കപ്പെട്ട ജീവിത സാഹചര്യത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ കർത്താവ് ബെഥസ്ത കുളക്കരയിൽ ആ 38 വർഷക്കാലം രോഗിയായിരുന്ന മനുഷ്യനെ സൗഖ്യമാക്കിയ കർത്താവ് ഇന്ന് നമുക്ക് നൽകുന്ന നിയോഗം എത്രയുള്ളൂ? അവഗണിക്കപ്പെട്ടവരെ ഒന്ന് ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാം. ഒറ്റപ്പെട്ടവരെ നിന്റെ മുൻപിൽ ആരാണോ ജീവിക്കുന്നത് അവനെ നിന്നിലേക്കൊന്ന് ചേർത്ത് പിടിക്കുക. നിന്നെ നീ സ്നേഹിക്കുന്നത് പോലെ അവഗണിക്കുന്നവനെയും അവഗണിക്കപ്പെട്ടവനെയും ഒന്ന് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുവാനും കരുതുവാനും ഒക്കെ നിനക്ക് കഴിയട്ടെ എന്ന കർത്താവ് നമ്മെ പഠിക്കും. അപ്പോൾ അവഗണിക്കുന്നവരെ സഹായിക്കും, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരെ ചേർത്ത് പിടിക്കും. ഇവിടെ മക്കധോന്യ എന്ന പട്ടണത്തിലെ ജനം വിജാതിയരാണ്, അവഗണിക്കപ്പെട്ടവരാണ്. എങ്കിലും ആ പട്ടണത്തിലെ ഒരു ചില വ്യക്തികൾ ദൈവഭക്തിയോടുകൂടി ജീവിച്ചവരുണ്ടെന്ന്, അതിനൊരു ഉദാഹരണമാണ് ലുദിയ എന്ന സ്ത്രീ. അവൾ ദൈവഭക്തിയോടുകൂടി ജീവിച്ചവരാണ്, എങ്കിലും അവൾ അവഗണിക്കപ്പെട്ടവളാണ്.
ആ ജനം മുഴുവൻ ഈ ദർശനം നമുക്ക് കാണുവാൻ കഴിയുന്നത് തന്നെയാണ്. ഇപ്പോൾ വന്ന് ഞങ്ങളെ സഹായിക്കാം എന്ന് പറയുമ്പോൾ ഞങ്ങളെ സഹായിക്കുവാൻ ആരുമില്ല, ഞങ്ങളെ കരുതുവാൻ ആരുമില്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരുമില്ല, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അംശയായി തീരുവാൻ ആരുമില്ല. നീ വന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന ആവശ്യത്തോടുകൂടെ ഒരു മനുഷ്യൻ പൗലോസ് അപ്പോസ്തലന്റെ മുൻപിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കണം, ആ ഒരു സമൂഹം അവഗണിക്കപ്പെട്ടവരാണ്. ആ അവഗണിക്കപ്പെട്ട സമൂഹത്തിലേക്കാണ് പൗലോസ് ഇറങ്ങിച്ചെല്ലുന്നത്. ആ അവഗണിക്കപ്പെട്ട സമൂഹത്തിൽ പോയിട്ട് അവരോടുകൂടെ സുവിശേഷം അറിയിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവരോടുകൂടെ ജീവിക്കുന്നുണ്ട്. അവരിൽ ഒരാളായി തീർന്ന് അവരിൽ ഒരാളായി മാറുന്ന പൗലോസ്, അവർ രക്ഷിക്കപ്പെട്ടപ്പോൾ അവരെ സഭയോടുകൂടെ ചേർക്കുന്ന പൗലോസ്. പ്രിയപ്പെട്ടവരെ, എന്നിലും നിന്നിലുമായിരിക്കുന്നവരെ, അവഗണനയിൽ ജീവിക്കുന്നവരെ കരുതുവാനും സഹായിക്കുവാനും ഒക്കെ നമുക്ക് കഴിയണം. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ അലഞ്ഞ് തിരിയപ്പെടുന്ന ഒരു കൂട്ടം ജനതയെ കണ്ടിട്ട് കർത്താവ് മനസ്സിലുണ്ട്. കർത്താവ് മനസ്സിലിങ്ങിട്ട് അവർക്ക് വചനം മാത്രമല്ല, ആത്മീക ഭക്ഷണത്തോടൊപ്പം ഭൗതിക ഭക്ഷണം നൽകുകയാണ്. കർത്താവ് 5 അപ്പം 2 മീനും എടുത്ത് വാഴ്ത്തി സ്തുതിച്ച് അവരെ കൊടുത്ത് അവരെ കരുതുമ്പോൾ കർത്താവിൻ്റെ ഒരു ചിന്ത അവിടെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: ഈ ജനം ഇടയനില്ലാത്ത ആടുകളാണ്, ഈ ജനം ഒറ്റപ്പെട്ടവരാണ്, ഈ ജനം ചിന്നിച്ചിതറിപ്പോയവരാണ്, ഈ ജനത്തെ സഹായിക്കാൻ ആരുമില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ആത്മീകമായും ഭൗതികമായും ഭക്ഷണം കൊടുക്കുവാൻ ആരുമില്ല. അവരെ ചേർത്ത് പിടിക്കേണ്ടതാണ്, കർത്താവ് ചേർത്ത് പിടിക്കേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് ഒരു ദൗത്യം അവിടെ കൊടുക്കുകയാണ്: നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാനായിട്ട് കൊടുപ്പൻ, നിങ്ങളവരെ കരുതുവൻ. കർത്താവിൻ്റെ ശിഷ്യന്മാർ കൈമലർത്തുമ്പോൾ കർത്താവ് അവർക്ക് 5 അപ്പം 2 മീനും കൊണ്ട് ഭോഷിപ്പിക്കുന്ന ആഹാരം നൽകി അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവഗണിക്കുന്നവരെ ചേർത്ത് പിടിക്കാം, സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരെ ചേർത്ത് പിടിക്കാം, സമൂഹത്തിൽ ത്യാഗം അനുഭവിക്കുന്നവരെ എന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവരിലൊരു ഭാഗമായി തീരുവാനായിട്ട് നമുക്കൊരുങ്ങാം. പൗലോസ് 3 കാര്യങ്ങൾ ഇന്ന് നമ്മെ പഠിപ്പിച്ചു. ഒന്ന്, ദൈവിക ദർശനങ്ങൾ തിരിച്ചറിയുവാനുള്ള പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. ആ ദൈവിക ദർശനങ്ങൾ തിരിച്ചറിയുമ്പോൾ ആ ദൈവിക ദർശനങ്ങളെ തിരിച്ചറിയുവാനുള്ള ദൈവിക പരിജ്ഞാനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അവഗണിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന മനോഭാവത്തോടുകൂടി ജീവിക്കുക. അതിന് നമുക്കൊരുങ്ങാം. ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മെ സഹായിക്കട്ടെ. സകല ബുദ്ധിയും ദിവസമാച്ചാലും ഹൃദയങ്ങളും നിലവിലും ക്രിസ്തേശങ്ങൾ കാത്ത് പരിപാലിക്കുമാറാകട്ടെ. നമുക്ക് എഴുന്നേൽക്കാം, ധർമ്മശരമാകിൽ പാടി പ്രാർത്ഥിക്കാം.